അവര് വീണിട്ട് ഞാൻ വീഴുള്ളൂ. ഇപ്പൊ ട്രക്കിങ്ങിന് കയറാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രക്കിംഗ് ഇപ്പൊ ആളെന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇപ്പൊ വീഴാണെങ്കിൽ പേടിക്കണ്ട, ആദ്യം ഞാൻ മുഖം കുത്തി വീണിട്ട് നീ വീഴുള്ളൂ, അതുകൊണ്ട് നീയെ പേടിക്കണ്ട, അത് ഞങ്ങൾ വീഴും, എന്നിട്ട് എന്റെ അവരെ കയ്യിൽ നിന്ന് ഞാൻ പോവുള്ളൂ. ഞാന് ഹാപ്പിയാ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നടക്കാൻ പറ്റണതിന്റെ അപ്പുറം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കണത് ഈ ടൈമില് എനിക്ക് ഇപ്പൊ ഇതുപോലെ വീൽ ചെയറിലിരിക്കുന്ന പിള്ളേരെ ഇടയിൽ ഒരു ഇൻസ്പയർ ആയിട്ട് ഒരു വ്യക്തി, അതായത് എന്റെ മുഖം മറക്കരുത് അവര്. ഇത് ഇങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തത് ഇപ്പൊ കുറെ കൊല്ലം കഴിഞ്ഞാലും അവർക്ക് അത് ചെയ്യാനുള്ള ഒരു എന്റെ മുഖം മനസ്സിൽ അവർക്ക് വരണം. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിൽ അതിനു വേണ്ടി ഞാൻ KSRTC കയറിയിട്ട് പോയത് ഒരു വീഡിയോ എടുത്താണ്. കാരണം വെറുതെ അതിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് ഗണേഷ് കുമാറിന് കുറെ ഇത് പോയിട്ടുണ്ട്. അപ്പൊ ആളുടെ ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് ചെറുപ്പം മുതലേ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ആടാ നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാവുന്നുള്ള കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാവും വലുതാവും തോറും. പക്ഷെ ചെറുപ്പം മുതലാ നീ പൊക്കട പിള്ളേരപ്പം നീ അവിടെ പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞാല് അവൻ വളരുന്നതിനനുസരിച്ച് അവന്റെ മൈൻഡും വളരും, വിൽ പവർ വരും, എന്തായാലും കോൺഫിഡൻസ് വരും. ആദ്യമായിട്ട് എനിക്കൊരു വാല്യൂ തന്ന് കൂടെ നിർത്തിയിട്ടുള്ള ഒരേ ഒരാൾ വേണം. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോകണം എൻ്റെ കൂടി, ആദ്യമായിട്ട് പുറത്തുനിന്ന് ഫ്രണ്ട്സിനായിട്ട് ഫുഡ് കഴിക്കണ അടക്കം എൻ്റെ കൂടെ, അടങ്ങി ഫുള്ള് എൻ്റെ ഒപ്പം തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ടൊരു ആരെങ്കിലും ഇത് ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ട് എന്റെ മനസ്സിൽ. ബാംഗ്ലൂർ ഡേയ്സിൽ എനിക്ക് ഒപ്പം നടക്കാൻ ഇഷ്ടം. തൽക്കാലത്തേക്ക് ഇപ്പൊ ആരും ഒപ്പം നടത്തുന്നില്ല, പിള്ളേരൊപ്പം നടത്തുന്നുണ്ട്. പിള്ളേരുടെ ചുറ്റും നടക്കാൻ ചേട്ടാ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ മെസ്സേജ് ഡയറക്റ്റ് കോൾ ചെയ്തിട്ടൊക്കെയാണ്. തമിഴ് അറിയാണ്ട് ഭയങ്കര വിഷമൊക്കെ. അവരെങ്ങനെയാ മലയാളം പോലെ അല്ല, അവർക്ക് ഇഷ്ടം തോന്നി പെട്ടെന്ന് ആ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എന്താണ് അഭിപ്രായം? ഹലോ ഞാൻ നീമ്പുള്ള വീട്ടിൽ നിന്ന് വിളിക്കാൻ നീമ്പുള്ള വൈഫാന്ന് പറഞ്ഞു തന്നെ ചേച്ചിയുടെ കിളി പോയി. അങ്ങനെ ജീവൻ ഞാൻ നീമ്പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച്